സന്ധ്യയല്ലേ? അതെ. ആ വരൂ വരൂ. ആ നിങ്ങൾ ഇരിക്കേ. മോന്റെ പേരെന്താ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? വെരി ഗുഡ്, നന്നായി പഠിക്കണം കേട്ടാ. നിങ്ങൾക്ക് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ടീ ഓർ കോഫി? ഒന്നും വേണ്ട മേഡം എനിക്ക്. എന്നാ മോൻ പോയി നോക്കിക്കോ. നിങ്ങൾക്ക് എന്താ വിഷമങ്ങൾ പങ്കുവെക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, പറയൂ. മാഡം, ഏട്ടന് ദേഷ്യം വന്ന ദിവസങ്ങളോളം എന്നോട് മിണ്ടാതിരിക്കും. എന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നത് എന്നുകൂടി ഒന്ന് ചോദിക്കും മേഡം. പറഞ്ഞതുപോലെ അതെന്താ കാരണം? ഞാൻ ആളെ ഉപദേശിക്കുന്നത് ആൾക്കിഷ്ടമല്ല. ഉപദേശിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് കുറ്റപ്പെടുത്തലാവാതെ ശ്രദ്ധിക്കണം. ആദ്യം ഇവളൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കട്ടെ. ആൾ എന്തെങ്കിലും ശരിയല്ലാത്തത് ചെയ്താൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അതൊരു തെറ്റാണോ? ഹേ, അതൊരിക്കലും തെറ്റല്ല. പക്ഷേ പറയേണ്ടത് പോലെ പറയണമെന്ന് മാത്രം. അത് തന്നെയാണ് ഇവളുടെ പ്രശ്നം. ഇവൾക്ക് നല്ല ഭാഷയിൽ സംസാരിക്കാൻ അറിയില്ല. നോക്കൂ സന്ധ്യ, നമ്മൾ ഒരാളെ ഉപദേശിക്കുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം. പക്ഷേ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മുടെ സംസാരത്തിന്റെ ടോണും നല്ല രീതിയിലായിരിക്കണമെന്ന് മാത്രം. ഉപദേശത്തിന്റെ രൂപത്തിൽ ഇവളുടെ നാവിൽ നിന്ന് വരുന്നത് കുത്തുവാക്കുകളാണ്. അതാണ് പ്രശ്നം. ആ, അത് പാടില്ല. ഒന്നും മനഃപൂർവ്വമല്ല മാഡം, എന്റെ സംസാരം അങ്ങനെയായി പോയി. ആ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചാടിക്കേറി സംസാരിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യരുത്. അതങ്ങ് പറഞ്ഞു പോകുന്നതാ മാഡം, വേണമെന്ന് വെച്ചിട്ടല്ല. ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് പ്രതികരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ദേഷ്യം പിടിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഹോട്ടാവും. ആ സമയത്ത് പ്രതികരിക്കാൻ നിന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ചിലപ്പോൾ അസ്ഥാനത്ത് ചെന്നുകൊള്ളാൻ സാധ്യതയുണ്ട്. എന്റെ മേഡം, ഇവൾ എന്നെ എത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്താലും ഞാൻ ഇവളുടെ മെക്കിട്ടൊന്നും കയറാറില്ല. മിണ്ടാതിരിക്കത്തേ ഉള്ളൂ. എന്തിനാ വെറുതെ? ഒന്ന് തല്ലിയാലും വേണ്ടില്ല, വഴക്ക് പറഞ്ഞാലും വേണ്ടില്ല, ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് കൂടുതൽ വിഷമം. അതേ നോക്കിയ സന്ധ്യ, ഇത്രയും ക്ഷമയുള്ള ഒരു ഭർത്താവിനെ കിട്ടിയത് നിന്റെ ഭാഗ്യാണ്. അത് നീ മനസ്സിലാക്കിക്കോ. അത് മാഡം പറഞ്ഞത് ശരിയാ, ആള് പൊതുവെ ശാന്തശീലനാ. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വഴക്കടിക്കാതെ വായില നാക്ക് അടക്കി വെച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തീർച്ചയായും ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം. എന്നാ സന്തോഷമായിട്ട് വീട്ടിൽ പോയിക്കാം. ഇപ്പൊ നിനക്ക് ആശ്വാസമായല്ലോ. എന്നാ നമുക്ക് വീട്ടിൽ പോവാം. അല്ല, ചോദിക്കാൻ വിട്ടുപോയി, മാഡത്തിന്റെ കൈക്ക് എന്താ പറ്റിയത്? അത് ബാത്റൂമിൽ ഒന്ന് കൈകുത്തി വീണതാ. ചുമ്മാ അമ്മനെ അച്ഛനെയും പോലെ ആന്റിയും അങ്കിളും വഴക്കുണ്ടാക്കി അങ്കിള് കായ് പിടിച്ച് തിരിച്ചതായിരിക്കും.